Today we are going to discuss about power spectral density. Here we are considering the characterization of random process in linear systems by using frequency domain ideas. Here we will derive the frequency domain equivalent to the result of our equation 22 defining the mean square value of the filter output. നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഒരു LTI ഫിൽറ്ററിൻ്റെ ഇൻപുട്ടിൽ XOFT എന്ന് പറയുന്ന ഒരു റാൻഡം പ്രോസസ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഫിൽറ്ററിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടിയ YOFT എന്ന് പറയുന്ന റാൻഡം പ്രോസസ്സിൻ്റെ ടൈം ഡൊമൈൻ അനാലിസിസ് നമ്മൾ ചെയ്തിരുന്നു. ദെൻ അവിടെ നമ്മൾ ലാസ്റ്റ് ഈ ഒരു മീൻ സ്ക്വയർ വാല്യൂവിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്തിരുന്നു. ദെൻ ഇവിടെ നമ്മൾ ഈ ഒരു ഇക്വേഷൻ്റെ ഫ്രീക്വൻസി ഡൊമൈൻ ഫോം ഡിറൈവ് ചെയ്യാനായിട്ട് പോവുകയാണ്. അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു അറേഞ്ച്മെൻറ്റിൻ്റെ ഫ്രീക്വൻസി ഡൊമൈൻ അനാലിസിസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ആ ഒരു ഡെറിവേഷൻസ് എങ്ങനെ വരും എന്നുള്ളത് നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ, we know the impulse response of a LTI filter can be given by the inverse Fourier transform of the frequency response of the system as h of tau1 is equal to integral minus infinity to plus infinity h of f into e raised to j 2 pi f tau1 df, where h of f is the frequency response of the system. ഈ HOF എന്ന് പറയുന്നത് ഫ്രീക്വൻസി റെസ്പോൺസ് ആണെങ്കിൽ അല്ലെങ്കിൽ ഫ്രീക്വൻസി ഡൊമൈനിലുള്ള വാല്യൂ ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ടൈം ഡൊമൈൻ വാല്യൂ കിട്ടാനായിട്ട് നമുക്ക് HOFൻ്റെ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം എടുത്താൽ മതി എന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, സോ HOFൻ്റെ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ വി വിൽ ഗെറ്റ് ദി ഇമ്പൾസ് റെസ്പോൺസ്. ഈ ഇമ്പൾസ് റെസ്പോൺസിനെ നമ്മൾ τ1ൻ്റെ ടേംസിലാണ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ ഈ എച്ച് ഓഫ് τ1ൻ്റെ ഇക്വേഷനെ നമ്മൾ നമ്മുടെ ഇക്വേഷൻ 22-ലെ ഈ എച്ച് ഓഫ് τ1ൻ്റെ പ്ലേസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ ഇവിടെ നമ്മൾ ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ വി വിൽ ഗെറ്റ് ദി എക്സ്പെക്ടേഷൻ ഓഫ് y സ്ക്വയർ ഓഫ് t ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി. ദെൻ ഈ എച്ച് ഓഫ് τ1ന് ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എച്ച് ഓഫ് എഫ് ഇൻറ്റു ഇ റേസ് ടു ജെ 2 pi f tau1 df. ദെൻ ആ റിമൈനിങ് ടേംസ് അതേപോലെ തന്നെ എഴുതുക. സോ എച്ച് ഓഫ് τ2 RX ഓഫ് τ2 മൈനസ് τ1 d τ2. ദെൻ നെക്സ്റ്റ് നമ്മൾ ഈ ഒരു ഇക്വേഷനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാനായിട്ട് പോവുകയാണ്. സിമിലർ ടേംസിനെ കമ്പൈൻ ചെയ്തിട്ട് നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതും. സോ വി വിൽ ഗെറ്റ് ദിസ് വൺ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എച്ച് ഓഫ് എഫ് ഡി എഫ് ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എച്ച് ഓഫ് τ2 d τ2 ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി RX ഓഫ് τ2 മൈനസ് τ1 ഇൻറ്റു ഇ റേസ് ടു ജെ 2 pi f tau1 d tau1. ഈ ഫസ്റ്റ് ഗ്രൂപ്പിൽ നമ്മൾ ആ എഫിൻ്റെ ടേംസ് കമ്പൈൻ ചെയ്തു. ഈ സെക്കൻഡ് ഗ്രൂപ്പിൽ നമ്മൾ τ2ൻ്റെ ടേംസ് കമ്പൈൻ ചെയ്തു. ഈ തേർഡ് ഗ്രൂപ്പിൽ നമ്മൾ τ1ൻ്റെ ടേംസ് കമ്പൈൻ ചെയ്തു. ദെൻ ഇവിടെ നമ്മൾ പുതിയ ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്യാണ്. τ ഈസ് ഈക്വൽ ടു τ2 മൈനസ് τ1. ഇവിടെയുള്ള ഈ τ2 മൈനസ് τ1നെ നമ്മൾ τ വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യാണ്. ദെൻ ഈ ഒരു റിലേഷനിൽ നിന്ന് നമുക്ക് τ1ൻ്റെ ഇക്വേഷൻ എഴുതാം. τ1 വിൽ ബി ഈക്വൽ ടു τ2 മൈനസ് τ. ദെൻ ഈ കണ്ടീഷൻസ് നമ്മുടെ ഈ തേർഡ് ഇൻ്റഗ്രൽ ടേമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ τ2 മൈനസ് τ1ന് τ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഇവിടെ നമുക്ക് RX ഓഫ് τ വരും. ദെൻ ഈ എക്സ്പൊണൻഷ്യൽ ടേമിലെ τ1ന് τ2 മൈനസ് τ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, ദെൻ ഈ എക്സ്പൊണൻഷ്യൽ ടേം കൺസിഡർ ചെയ്യുക. ഇതിനെ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അതായത് ഇ റേസ് ടു ജെ 2 pi f τ2 മൈനസ് τ എന്ന് പറയുന്ന ഈ ഒരു ടേമിനെ നമുക്ക് ഇ റേസ് ടു ജെ 2 pi f τ2 ഇൻറ്റു ഇ റേസ് ടു ജെ 2 pi f ഇൻറ്റു മൈനസ് τ അല്ലെങ്കിൽ ഇ റേസ് ടു മൈനസ് ജെ 2 pi f τ ആയിട്ട് നമുക്ക് എഴുതാം. ദെൻ ഇതിൽ ഇ റേസ് ടു ജെ 2 pi f τ-നെ ഈ സെക്കൻഡ് ടേമിൽ കമ്പൈൻ ചെയ്യാം. ഓക്കെ, സോ ഈ സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എച്ച് ഓഫ് τ2 ഇ റേസ് ടു ജെ 2 pi f τ2 d τ2 ആവും. ദെൻ നമ്മുടെ തേർഡ് ടേം എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി RX ഓഫ് τ ഇ റേസ് ടു മൈനസ് ജെ 2 pi f τ d τ1 ആകും. ദെൻ നെക്സ്റ്റ് ഈ ഒരു d τ1 കൺസിഡർ ചെയ്യുക. നമ്മുടെ τ1 എന്ന് പറയുന്നത് τ2 മൈനസ് τ ആണ്. സോ d τ1 വിൽ ബി ഈക്വൽ ടു d τ2 മൈനസ് d τ. ദെൻ നമ്മുടെ പുതിയ ഈ ഒരു തേർഡ് ടേം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതെന്ന് പറയുന്നത് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി RX ഓഫ് τ ഇ റേസ് ടു മൈനസ് ജെ 2 pi f τ ആണ്. ഇവിടെ
ടോ ടു എന്ന് പറയുന്ന ടേം ഇല്ല. സോ നമുക്ക് ഈ ഡി ടോ വണിൽ വന്നിരിക്കുന്ന ഈ ഡി ടോ ടു എന്ന് പറയുന്ന ടേം നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. സോ ഡി ടോ വൺ വിൽ ബി ഈക്വൽ ടു മൈനസ് ഡി ടോ. ദെൻ എഗെയിൻ നമ്മൾ ഈ ഒരു തേർഡ് ഇന്റഗ്രൽ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ ആർ എക്സ് ഓഫ് ടോ ആണ് വന്നിരിക്കുന്നത്. ദെൻ നമുക്കറിയാം ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഈവൻ ഫംഗ്ഷൻ ഓഫ് ടോ. ആർ എക്സ് ഓഫ് ടോയും ആർ എക്സ് ഓഫ് മൈനസ് ടോയും സെയിം തന്നെയാണ്. സോ ഇവിടെ ടോ വന്നാലും മൈനസ് ടോ വന്നാലും കുഴപ്പമില്ല. സോ അതുകൊണ്ട് ഈ ഡി ടോ വൺ ഈക്വൽ ടു മൈനസ് ഡി ടോ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഡി ടോ ആയിട്ട് നമ്മൾ എടുത്താൽ മതി. സോ നമുക്ക് ഈ ഡി ടോ വണ്ണിന് ഡി ടോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഈ സബ്സ്റ്റിറ്റ്യൂഷൻസ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഈ തേർഡ് ഇന്റഗ്രൽ ടേം എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ആർ എക്സ് ഓഫ് ടോ ഇ റൈസ് ടു മൈനസ് ജെ 2πf ടോ ഡി ടോ ആകും. ദെൻ ഇത് ഇന്റഗ്രൽ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എച്ച് ഓഫ് ടോ ടു ഇ റൈസ് ടു ജെ 2πf ടോ ടു ഡി ടോ ടു ആവും. ദെൻ ഈ ഫസ്റ്റ് ടേമിൽ ചേഞ്ച് ഒന്നുമില്ല, ഇത് ഇതേപോലെ തന്നെ വരും. ഓക്കെ, സോ ഈ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ കഴിഞ്ഞിട്ട് വരുന്ന ഇക്വേഷൻ നെക്സ്റ്റ് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ ആഫ്റ്റർ ദി സബ്സ്റ്റിറ്റ്യൂഷൻസ് വി വിൽ ഗെറ്റ് എക്സ്പെക്ടേഷൻ ഓഫ് വൈ സ്ക്വയർ ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എച്ച് ഓഫ് എഫ് ഡി എഫ് ഇൻറ്റു ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എച്ച് ഓഫ് ടോ ടു ഇ റൈസ് ടു ജെ 2πf ടോ ടു ഡി ടോ ടു ഇൻറ്റു ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ആർ എക്സ് ഓഫ് ടോ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ജെ 2πf ടോ ഡി ടോ. ദെൻ ഈ ഇക്വേഷനിൽ ഈ മിഡിൽ ഇന്റഗ്രൽ ടേമിനെ കൺസിഡർ ചെയ്യുക. ഇറ്റ് ഈസ് ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എച്ച് ഓഫ് ടോ ടു ഇ റൈസ് ടു ജെ 2πf ടോ ടു ഡി ടോ ടു. ഇവിടെ നമുക്ക് ഇ റൈസ് ടു മൈനസ് ജെ 2πf ടോ ടു ആയിരുന്നെങ്കിൽ നമുക്ക് ഇതിനെ എച്ച് ഓഫ് എഫ് ആയിട്ട് ഡിനോട്ട് ചെയ്യായിരുന്നു. ഓക്കെ, അതായത് അത് എച്ച് ഓഫ് ടോ ടുവിന്റെ ഫോറിയർ ട്രാൻസ്ഫോം ആയിരുന്നു. സോ നമുക്ക് ആ കേസിൽ ഇതിനെ എച്ച് ഓഫ് എഫ് ആയിട്ട് ഡിനോട്ട് ചെയ്യായിരുന്നു. പക്ഷേ ഇവിടെ മൈനസ് അല്ല പ്ലസ് ആണ് വന്നിരിക്കുന്നത്. ഈ എക്സ്പോണൻഷ്യൽ ടേം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് ഇ റൈസ് ടു ജെ 2πf ടോ ടു ആണ് വന്നിരിക്കുന്നത്. സോ ഈ ഒരു ടേമിനെ, ഈ ഒരു ഇന്റഗ്രൽ ടേമിനെ നമുക്ക് എച്ച് കോൺജുഗേറ്റ് ഓഫ് എഫ് ആയിട്ട് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, സോ ദിസ് ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എച്ച് ഓഫ് ടോ ടു ഇ റൈസ് ടു ജെ 2πf ടോ ടു ഡി ടോ ടു ഈസ് ഈക്വൽ ടു എച്ച് കോൺജുഗേറ്റ് ഓഫ് എഫ്. സോ ഇത് നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ ദിസ് വൺ ഈസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് വൈ സ്ക്വയർ ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എച്ച് ഓഫ് എഫ് ഡി എഫ് ഇൻറ്റു എച്ച് കോൺജുഗേറ്റ് ഓഫ് എഫ് ഇൻറ്റു ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ആർ എക്സ് ഓഫ് ടോ ഇ റൈസ് ടു മൈനസ് ജെ 2πf ടോ ഡി ടോ. ദെൻ ഇവിടെ എച്ച് ഓഫ് എഫ് ഇൻറ്റു എച്ച് കോൺജുഗേറ്റ് ഓഫ് എഫ് വന്നിട്ടുണ്ട്. ഈ എച്ച് ഓഫ് എഫ് ഇൻറ്റു എച്ച് കോൺജുഗേറ്റ് ഓഫ് എഫ് ഈസ് ഈക്വൽ ടു മോഡ് എച്ച് ഓഫ് എഫ് സ്ക്വയർ ആണ്. സോ ഇത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ദിസ് ഇക്വേഷൻ ചേഞ്ചസ് ടു എക്സ്പെക്ടേഷൻ ഓഫ് വൈ സ്ക്വയർ ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി മോഡ് എച്ച് ഓഫ് എഫ് സ്ക്വയർ ഡി എഫ് ഇൻറ്റു ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ആർ എക്സ് ഓഫ് ടോ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ജെ 2πf ടോ ഡി ടോ. ദെൻ ഇവിടെ ഈ മോഡ് എച്ച് ഓഫ് എഫ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് ഓഫ് ദി ഫിൽട്ടർ. നൗ ഈ ഇക്വേഷനിലെ ഈ ലാസ്റ്റ് ഇന്റഗ്രൽ ടേം കൺസിഡർ ചെയ്യുക. ഇറ്റ് ഈസ് ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ആർ എക്സ് ഓഫ് ടോ ഇ റൈസ് ടു മൈനസ് ജെ 2πf ടോ ഡി ടോ ആണ്. സോ ഇതെന്ന് പറയുന്നത് ആർ എക്സ് ഓഫ് ടോയിന്റെ ഫൊറിയർ ട്രാൻസ്ഫോം ആണ്, അല്ലെങ്കിൽ നമ്മുടെ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷന്റെ ഫൊറിയർ ട്രാൻസ്ഫോം ആണ്. ആൻഡ് ഇറ്റ് ഈസ് ദി power spectral density or power spectrum of the stationary random process x of t, and it is denoted by Sx of f. Okay, so Sx of f is equal to integral minus infinity to plus infinity rx of tau e raised to minus j 2πf tau d tau. അല്ലെങ്കിൽ നമ്മുടെ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ദി ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ. ദെൻ നമ്മുടെ ഈ ഇക്വേഷൻ 26 ഈ ലാസ്റ്റ് ഇന്റഗ്രൽ ടേമിന് Sx of f സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ വി വിൽ ഗെറ്റ് expectation of y square of t is equal to integral minus infinity to plus infinity mod h of f square into s x of f df. ഓക്കെ, സോ ഈ ഒരു ഇക്വേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ എഫിൻ്റെ ടേംസിലാണ് എല്ലാ കമ്പോണൻസും വന്നിരിക്കുന്നത്. അതായത് നമ്മൾ ഈ എക്സ്പെക്ടേഷൻ ഓഫ് വൈ സ്ക്വയർ ഓഫ് ടീനെ ഫ്രീക്വൻസി ഡൊമൈൻ ഫോമിൽ റെപ്രസെന്റ് ചെയ്തു. ഓക്കെ, സോ ഇതാണ് നമ്മുടെ റിക്വയർഡ് ഫ്രീക്വൻസി ഡൊമൈൻ ഫോം ഇക്വേഷൻ. ദെൻ ദിസ് ഇക്വേഷൻ 28 states that the mean square value of the output of a stable LTI filter in response to a stationary process is equal to the
integral over all frequencies of the power spectral density of the input process multiplied by the squared magnitude response of the filter. Okay, so നമ്മുടെ mean square value എന്ന് പറയുന്നത് it is the integral of product of squared magnitude response of the filter and the power spectral density of the input, and here we are integrating from minus infinity to plus infinity. That means we are integrating over all frequencies. Okay, so ഈ ഒരു ഇക്വേഷൻ ആണ് നമ്മുടെ desired frequency domain equivalent to the time domain relation of equation 22. Then the power spectral density Sx of f and the autocorrelation function Rx of tau of a stationary process x of t form a Fourier transform pair with tau and f as the variable of interest. ഓക്കെ, അതായത് നമുക്കറിയാം എസ് എക്സ് ഓഫ് എഫ് എന്ന് പറയുന്നത് നമ്മുടെ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷന്റെ ഫൊറിയർ ട്രാൻസ്ഫോം ആണ്. സോ നമുക്ക് ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ കിട്ടാനായിട്ട് നമ്മുടെ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റിയുടെ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം എടുത്താൽ മതി. ഓക്കെ, സോ ആർ എക്സ് ഓഫ് ടോ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എസ് എക്സ് ഓഫ് എഫ് ഇൻറ്റു ഇ റൈസ് ടു ജെ 2πf ടോ ഡി എഫ്. സോ ഈ എസ് എക്സ് ഓഫ് എഫും ആർ എക്സ് ഓഫ് ടോയും നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ദേ ഫോം എ ഫോറിയർ ട്രാൻസ്ഫോം പെയർ. ദെൻ ദീസ് ടു ഇക്വേഷൻസ് ടുഗദർ കോൾഡ് Einstein-Wiener-Kitchin relation. This Einstein-Wiener-Kitchin relation shows that if either the autocorrelation function or power spectral density of a random process is known, the other can be found exactly. Okay, ഈ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റിയും ഓട്ടോകോറിലേഷനും ഫൊറിയർ ട്രാൻസ്ഫോം പെയേഴ്സ് ആണ്. സോ നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം അറിയാമെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് അടുത്തത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ദെൻ ഈ രണ്ട് ഇക്വേഷൻസിനെയും ചേർത്താണ് നമ്മൾ ഈ ഐൻസ്റ്റീൻ വീനർ കിച്ചൻ റിലേഷൻ എന്ന് പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന്റെ ഡെറിവേഷൻ എക്സാമിന് ചോദിക്കാറുള്ളതാണ്. ഈ ഒരു റിലേഷൻ പ്രൂവ് ചെയ്യാനായിട്ട് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അത് എസ്എ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ മീൻ സ്ക്വയർ വാല്യൂ ഇക്വേഷൻ ഇൻ ടൈം ഡൊമൈൻ ഡിറൈവ് ചെയ്യുക. അതായത് നമ്മുടെ ആ ഇക്വേഷൻ 22 ആദ്യം നമ്മൾ ഡിറൈവ് ചെയ്യുക. ദെൻ അതിൽ നിന്ന് ഫ്രീക്വൻസി ഡൊമൈൻ ഫോമിലുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക. എന്നിട്ട് ഈ എസ് എക്സ് ഓഫ് എഫും ആർ എക്സ് ഓഫ് ടോയും ഫൊറിയർ ട്രാൻസ്ഫോം പെയേഴ്സ് ആണെന്നുള്ളത് മെൻഷൻ ചെയ്തിട്ട് അതാണ് ഈ ഒരു ഐൻസ്റ്റീൻ വീനർ കിച്ചൻ റിലേഷൻ എന്നുള്ളത് കാണിക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി ഡിസ്കസ് ചെയ്യാം. 5 പ്രോപ്പർട്ടീസ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് the zero frequency value of the power spectral density of a stationary process equals the total area under the graph of the autocorrelation function. അതായത് എസ് എക്സ് ഓഫ് 0 is equal to integral minus infinity to plus infinity Rx of tau d tau. Okay, the total area under the graph of autocorrelation function എന്ന് പറയുന്നതാണ് ഈ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി Rx of tau d tau എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഓട്ടോകോറിലേഷൻ ഫംഗ്ഷന്റെ ആ ഗ്രാഫിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ടോട്ടൽ ഏരിയ കിട്ടുന്നത്. ദെൻ പ്രോപ്പർട്ടി 1 അനുസരിച്ചിട്ട് ഈ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു ദ സീറോ ഫ്രീക്വൻസി വാല്യൂ ഓഫ് ദി പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി. ഓക്കെ, അതായത് എഫ് ഈക്വൽ ടു 0 ആകുമ്പോഴുള്ള ഈ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു ദി ടോട്ടൽ ഏരിയ അണ്ടർ ദി ഗ്രാഫ് ഓഫ് ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ. അതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടിയിൽ പറയുന്നത്. ദെൻ നമുക്ക് ഇതിൻ്റെ പ്രൂഫ് ഒന്ന് നോക്കാം. ഇത് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ എസ് എക്സ് ഓഫ് എഫിൻ്റെ ഇക്വേഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വി നോ എസ് എക്സ് ഓഫ് എഫ് ഓർ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി ഓഫ് ദി ഇൻപുട്ട് റാൻഡം പ്രോസസ് എക്സ് ഓഫ് ടി ഈസ് ദി ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ദി ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ ആർ എക്സ് ഓഫ് ടോ. ദെൻ ഇതിൽ എഫ് ഈക്വൽ ടു 0 കൺസിഡർ ചെയ്യുക. എഫ് ഈക്വൽ ടു 0 ആവുമ്പോൾ വി വിൽ ഗെറ്റ് എസ് എക്സ് ഓഫ് 0 ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ആർ എക്സ് ഓഫ് ടോ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ 2π ഇൻറ്റു 0 ഇൻറ്റു ടോ ഡി ടോ. സോ നമ്മൾ ഈ ഒരു എക്സ്പൊണൻഷ്യൽ ടേം കൺസിഡർ ചെയ്യുമ്പോൾ ഇത് ഇ റേസ് ടു 0 വരും ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1. സോ എസ് എക്സ് ഓഫ് 0 ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ആർ എക്സ് ഓഫ് ടോ ഡി ടോ. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് പ്രോപ്പർട്ടി 2 കൺസിഡർ ചെയ്യാം. The mean square value of a stationary process equals the total area under the graph of the power spectral density. That is, expectation of x square of t is equal to integral minus infinity to plus infinity sx of f df. Okay, the total area under the graph of power spectral density എന്ന് പറയുന്നതാണ് integral minus infinity to plus infinity sx of f df, and according to the property 2 this total area
ഈസ് ഈക്വൽ ടു ദി മീൻ സ്ക്വയർ വാല്യൂ ഓഫ് ദി സ്റ്റേഷനറി പ്രോസസ്. നമുക്കറിയാം മീൻ സ്ക്വയർ വാല്യൂ ആണ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഓഫ് ടി എന്ന് പറയുന്നത്. ഓക്കെ, സോ അക്കോർഡിംഗ് ടു പ്രോപ്പർട്ടി 2, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ -∞ ടു +∞ Sx of f df. ദെൻ ഇത് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷന്റെ ഇക്വേഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. നമുക്കറിയാം ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റിയുടെ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം ആണ്. സോ ആ ഒരു ഇക്വേഷൻ നമ്മൾ കൺസിഡർ ചെയ്തു. Rx of tau is equal to integral -∞ to +∞ Sx of f into e raised to j 2pi f tau df. ദെൻ ഇതിൽ tau ഈക്വൽ ടു 0 കേസ് കൺസിഡർ ചെയ്യുക. സോ Rx of 0 വരും. Rx of 0 എന്ന് പറയുന്നതാണ് നമ്മുടെ മീൻ സ്ക്വയർ വാല്യൂ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഓഫ് ടി. ദെൻ tau 0 ആകുമ്പോൾ നമ്മുടെ ഈ എക്സ്പോണൻഷ്യൽ ടേമിൽ ഈ tau 0 വരും. സോ ഈ എക്സ്പോണൻഷ്യൽ ടേം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് e raised to 0 ആകും and that is equal to 1. Okay, so this one is equal to integral -∞ to +∞ Sx of f df വരും. ഓക്കെ, സോ നമുക്ക് മീൻ സ്ക്വയർ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ -∞ to +∞ Sx of f df കിട്ടി. സോ ഇതാണ് നമ്മുടെ സെക്കൻഡ് പ്രോപ്പർട്ടിയിൽ പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് തേർഡ് പ്രോപ്പർട്ടി കൺസിഡർ ചെയ്യാം. അക്കോർഡിംഗ് ടു തേർഡ് പ്രോപ്പർട്ടി, the power spectral density of a stationary process is always non-negative. That is, Sx of f is greater than or equal to 0 for all f. ഓക്കെ, സോ ഇതിൻ്റെ പ്രൂഫിനായിട്ട് നമ്മൾ ഈ ഒരു റിലേഷൻ കൺസിഡർ ചെയ്യുക. നമുക്കറിയാം എക്സ്പെക്ടേഷൻ ഓഫ് y സ്ക്വയർ ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ -∞ to +∞ mod h of f സ്ക്വയർ ഇൻറ്റു Sx of f df. ദെൻ ഈ ഒരു റിലേഷനിൽ ഇത് മീൻ സ്ക്വയർ വാല്യൂ ആണ്. എക്സ്പെക്ടേഷൻ ഓഫ് y സ്ക്വയർ ഓഫ് ടി എന്ന് പറയുന്നത് മീൻ സ്ക്വയർ വാല്യൂ ആണ്. സോ അത് സ്ക്വയേർഡ് വാല്യൂ ആണ്, അതെന്തായാലും പോസിറ്റീവ് ആണ്. ദെൻ RHS സൈഡ് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ മോഡ് h of f സ്ക്വയർ ആണ് വന്നിരിക്കുന്നത്. ഇത് സ്ക്വയേർഡ് ടേം ആണ്. സോ ഇതും പോസിറ്റീവ് ആയിരിക്കും. ദെൻ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി പ്രോഡക്റ്റ് എടുത്തിട്ട് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും ഒരു പോസിറ്റീവ് ടേം ആണ് കിട്ടേണ്ടത്. കാരണം മീൻ സ്ക്വയർ വാല്യൂ എന്ന് പറയുന്നത് സ്ക്വയേർഡ് ടേം ആണ്, അതെന്തായാലും പോസിറ്റീവ് ആണ്. സോ ഈ RHSൽ ഈ മോഡ് h of f സ്ക്വയർ പോസിറ്റീവ് ആണ്. ദെൻ ഇതിൻ്റെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ അതും നമുക്ക് പോസിറ്റീവ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ Sx of f ഉം പോസിറ്റീവ് ആയാലേ പറ്റുള്ളൂ. സോ ഫ്രം ദിസ് ഇക്വേഷൻ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് Sx of f ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ദെൻ നെക്സ്റ്റ് നമുക്ക് ഫോർത്ത് പ്രോപ്പർട്ടി കൺസിഡർ ചെയ്യാം. The power spectral density of a real valued random process is an even function of frequency. That is, Sx of -f is equal to Sx of f. Then ഇത് പ്രൂവ് ചെയ്യാനായിട്ട് പവർ സ്പെക്ട്രൽ ഡെൻസിറ്റിയുടെ ഇക്വേഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. We know power spectral density Sx of f is the Fourier transform of the autocorrelation function Rx of tau. So Sx of f is equal to integral -∞ to +∞ Rx of tau e raised to -j 2pi f tau d tau. Then ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് -f for f. സോ എങ്ങനെ വരും? Sx of -f is equal to integral -∞ to +∞ Rx of tau e raised to j 2pi f tau d tau വരും. ദെൻ ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ടുള്ളത് ഈ രണ്ട് ഇക്വേഷൻസും സെയിം ആണെന്നുള്ളതാണ്. ഓക്കെ, നമ്മുടെ ഫോർത്ത് പ്രോപ്പർട്ടി വെച്ചിട്ട് നമ്മൾ പറയുന്നത് Sx of -f ഉം Sx of f ഉം ഈക്വൽ ആണെന്നാണ്. സോ ഇത് രണ്ടും ഈക്വൽ ആണ് എന്നുള്ളത് എങ്ങനെ പ്രൂവ് ചെയ്യാം എന്നുള്ളത് നോക്കാം. നമ്മൾ ഇവിടെ ഈ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കറിയാം ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈവൻ ഫംഗ്ഷൻ ഓഫ് ടോ ആണ്. അതായത് Rx of ടോയും Rx of ടോയും സെയിം ആണ്. സോ ഇവിടെ ടോ വന്നാലും ടോ വന്നാലും സെയിം തന്നെയാണ്. സോ നമ്മൾ ഈ ഇക്വേഷനിൽ ടോ മാറ്റിയിട്ട് അതിന് പകരം ടോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ, സോ വെൻ വി സബ്സ്റ്റിറ്റ്യൂട്ട് ടോ ഫോർ ടോ ഇൻ ദിസ് ഇക്വേഷൻ വി വിൽ ഗെറ്റ് Sx of -f ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ -∞ to +∞ Rx of -tau into e raised to -j 2pi f tau d tau. ഓക്കെ, ഈ ഇക്വേഷനിലെ ടോ മാറ്റിയിട്ട് അവിടെ നമ്മൾ ടോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ വി നോ Rx of -tau ഈസ് ഈക്വൽ ടു Rx of tau. സോ ഈ ഇക്വേഷനെ നമുക്ക് ഇന്റഗ്രൽ -∞ to +∞ Rx of tau into e raised to -j 2pi f tau d tau ആയിട്ട് എഴുതാം. ദെൻ
ഈ ഇക്വേഷനും നമ്മുടെ എസ് എക്സ് ഓഫ് എഫിന്റെ ഇക്വേഷനും തമ്മിൽ കമ്പയർ ചെയ്തേ, രണ്ടും സെയിം അല്ലേ. സോ ദിസ് വൺ ഈസ് ഈക്വൽ ടു എസ് എക്സ് ഓഫ് എഫ്. സോ നമുക്ക് എസ് എക്സ് ഓഫ് മൈനസ് എഫ് ഈസ് ഈക്വൽ ടു എസ് എക്സ് ഓഫ് എഫ് എന്ന് കിട്ടി. സോ വി ക്യാൻ സേ the power spectral density of a real valued random process is an even function of frequency. Okay. Next നമുക്ക് fifth property consider ചെയ്യാം. According to the fifth property, the power spectral density appropriately normalized has the properties usually associated with a probability density function. Okay. അതായത് ഒരു നോർമലൈസ്ഡ് പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ പ്രോപ്പർട്ടീസും പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷന്റെ പ്രോപ്പർട്ടീസും സിമിലർ ആയിരിക്കും എന്നാണ് പറയുന്നത്. ദെൻ ഹിയർ വി ആർ നോർമലൈസിംഗ് ദി പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി വിത്ത് റെസ്പെക്ട് ടു ദി ടോട്ടൽ ഏരിയ അണ്ടർ ദി ഗ്രാഫ് ഓഫ് ദി പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി, ദാറ്റ് ഈസ് ദി മീൻ സ്ക്വയർ വാല്യൂ ഓഫ് ദി പ്രോസസ്. ഓക്കെ, അങ്ങനെ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റിനെ നോർമലൈസ് ചെയ്ത ഫംഗ്ഷൻ നമുക്ക് കൺസിഡർ ചെയ്യാം. എസ് എക്സ് ഓഫ് എഫ് ഡിവൈഡഡ് ബൈ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എസ് എക്സ് ഓഫ് എഫ് ഡി എഫ്. ഇവിടെ ഈ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എസ് എക്സ് ഓഫ് എഫ് ഡി എഫ് എന്ന് പറയുന്നതാണ് നമ്മുടെ മീൻ സ്ക്വയർ വാല്യൂ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദി ടോട്ടൽ ഏരിയ അണ്ടർ ദി ഗ്രാഫ് ഓഫ് ദി പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി. സോ നമ്മൾ ഇവിടെ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റിനെ ടോട്ടൽ ഏരിയ അണ്ടർ ദി ഗ്രാഫ് ഓഫ് ദി പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി അല്ലെങ്കിൽ മീൻ സ്ക്വയർ വാല്യൂ യൂസ് ചെയ്തിട്ട് നോർമലൈസ് ചെയ്തു. ദെൻ നമ്മൾ ഈ നോർമലൈസ്ഡ് ഫംഗ്ഷനെ സ്മോൾ പി എക്സ് ഓഫ് എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആയിട്ട് ഡിനോട്ട് ചെയ്തു. ദെൻ ഈ പ്രോപ്പർട്ടി 5 അനുസരിച്ചിട്ട് ഈ സ്മോൾ പി എക്സ് ഓഫ് എഫിന്റെ പ്രോപ്പർട്ടീസും നമ്മുടെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷന്റെ പ്രോപ്പർട്ടീസും സിമിലർ ആണ് എന്നാണ് പറയുന്നത്. അത് ശരിയാണോ എന്നുള്ളത് നെക്സ്റ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നമ്മുടെ സെക്കൻഡ് പ്രോപ്പർട്ടിയിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എസ് എക്സ് ഓഫ് എഫ് ഡി എഫ് എന്ന് പറയുന്നത് മീൻ സ്ക്വയർ വാല്യൂ ആണ്, അതൊരു സ്ക്വയേർഡ് വാല്യൂ ആണ്. സോ അതൊരിക്കലും നെഗറ്റീവ് ആകില്ല. സോ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എസ് എക്സ് ഓഫ് എഫ് ഡി എഫ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് വാല്യൂ ആണ്. ദെൻ നമ്മുടെ പ്രോപ്പർട്ടി 3 അനുസരിച്ചിട്ട് നമ്മൾ പറഞ്ഞിരുന്നു എസ് എക്സ് ഓഫ് എഫ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഓക്കെ, സോ ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിന്റെ ഈ ന്യൂമറേറ്റർ ടേം പോസിറ്റീവ് ആണ്, ഡിനോമിനേറ്റർ ടേമും പോസിറ്റീവ് ആണ്. സോ ദിസ് ഫംഗ്ഷൻ സ്മോൾ പി എക്സ് ഓഫ് എഫ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ ഓൾ എഫ്. ദെൻ നമ്മൾ ഇവിടെ നോർമലൈസ്ഡ് കേസാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതായത് എസ് എക്സ് ഓഫ് എഫിനെ നമ്മൾ ഇന്റഗ്രൽ എസ് എക്സ് ഓഫ് എഫ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്തേക്കാണ്. സോ ഈ നോർമലൈസ്ഡ് ഫംഗ്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ദി ടോട്ടൽ ഏരിയ under the function small px of f is unity. ഓക്കെ, സോ നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുമ്പോൾ അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 അതേപോലെ തന്നെ ദി ടോട്ടൽ ഏരിയ അണ്ടർ ദി ഫംഗ്ഷൻ ഈസ് യൂണിറ്റി. Hence, the normalized form of the power spectral density as defined in this equation behaves similar to a probability density function. Next, we are going to derive the relation among the power spectral densities of the input and output random processes. ഇതുവരെ നമ്മൾ കൺസിഡർ ചെയ്തിരുന്ന പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഇൻപുട്ട് റാൻഡം പ്രോസസ്സിൻ്റെ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റിയാണ്. അതായത് എസ് എക്സ് ഓഫ് എഫ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻപുട്ട് റാൻഡം പ്രോസസ്സ് എക്സ് ഓഫ് ടിയുടെ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റിയാണ്. ദെൻ നമ്മുടെ ഔട്ട്പുട്ട് റാൻഡം പ്രോസസ് എന്ന് പറയുന്നത് വൈ ഓഫ് ടി ആണ്. അതിൻ്റെ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എസ് വൈ ഓഫ് എഫ് ആയിട്ടാണ്. ഓക്കെ, സോ എസ് വൈ ഓഫ് എഫ് ഡിനോട്ട് ദി പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി ഓഫ് ദി ഔട്ട്പുട്ട് റാൻഡം പ്രോസസ് വൈ ഓഫ് ടി obtained by passing the random process x of t through a linear filter of frequency response h of f. Then നമുക്കറിയാം പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷന്റെ ഫൊറിയർ ട്രാൻസ്ഫോം ആണ്. സോ നമുക്ക് ഔട്ട്പുട്ട് പവർ സ്പെക്ട്രൽ ഡെൻസിറ്റിയുടെ ഇക്വേഷൻ കിട്ടാനായിട്ട് നമ്മുടെ ഔട്ട്പുട്ടിന്റെ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷന്റെ ഫൊറിയർ ട്രാൻസ്ഫോം എടുത്താൽ മതി. ഓക്കെ, സോ എസ് വൈ ഓഫ് എഫ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ആർ വൈ ഓഫ് ടോ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ 2π എഫ് ടോ ഡി ടോ. ദെൻ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഔട്ട്പുട്ട് റാൻഡം പ്രോസസ്സ് വൈ ഓഫ് ടിയുടെ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷന്റെ ഈ ഒരു ഇക്വേഷൻ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിറൈവ് ചെയ്തിരുന്നു. ദെൻ ഈ ഒരു റിലേഷൻ നമ്മുടെ ഇക്വേഷൻ 35 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇക്വേഷൻ 35 ഈ ആർ വൈ ഓഫ് ടോയിന് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, ദെൻ വി വിൽ ഗെറ്റ് എസ് വൈ ഓഫ് എഫ് ഈസ് ഈക്വൽ ടു ട്രിപ്പിൾ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എച്ച് ഓഫ് ടോ 1 എച്ച് ഓഫ് ടോ 2 ആർ എക്സ് ഓഫ് ടോ മൈനസ് ടോ 1 പ്ലസ് ടോ 2 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ജെ 2π എഫ് ടോ ഡി ടോ 1 ഡി ടോ 2
ഡി ടോ. ദെൻ ഇവിടെ നമ്മൾ പുതിയ ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്യുന്നു. ഈ ടോ മൈനസ് ടോ 1 പ്ലസ് ടോ 2ന് ടോ 0 എന്ന് പറയുന്ന ഒരു പുതിയൊരു വേരിയബിൾ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. ഓക്കെ, സോ ടോ മൈനസ് ടോ 1 പ്ലസ് ടോ 2 ഈസ് ഈക്വൽ ടു ടോ 0. ദെൻ ഇതിൽ നിന്ന് നമുക്ക് ടോയുടെ ഇക്വേഷൻ എഴുതാം. ടോ ഈസ് ഈക്വൽ ടു ടോ 0 പ്ലസ് ടോ 1 മൈനസ് ടോ 2. ദെൻ ഈ രണ്ട് കേസുകൾ നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ നമ്മുടെ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് Rx ഓഫ് ടോ 0 ആകും. ദെൻ ഈ എക്സ്പോണൻഷ്യൽ ടേമിലെ ടോയ്ക്ക് ടോ 0 പ്ലസ് ടോ 1 മൈനസ് ടോ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ അതിനെ നമുക്ക് 3 ടേമുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാനായിട്ട് പറ്റും. സോ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി കഴിയുമ്പോൾ വി വിൽ ഗെറ്റ് e റേസ് ടു മൈനസ് ജെ 2πf ടോ 0 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ 2πf ടോ 1 ഇൻറ്റു ഇ റേസ് ടു ജെ 2πf ടോ 2. ഇവിടെ ഈ എക്സ്പോണൻഷ്യൽ ടേമിൽ ഓൾറെഡി ഒരു മൈനസ് സൈൻ കിടപ്പുണ്ട്. സോ ഇതിന്റെ ഓപ്പോസിറ്റ് സൈൻസ് ആയിരിക്കും ഇവിടെ നമുക്ക് വരുന്നത്. ഓക്കെ, സോ ഈ സബ്സ്റ്റിറ്റ്യൂഷൻസ് കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഈ ഇക്വേഷനെ ഈ ഒരു ഫോമിൽ മാറ്റി എഴുതാനായിട്ട് പറ്റും. അതായത് എസ് വൈ ഓഫ് എഫ് ഈസ് ഈക്വൽ ടു ട്രിപ്പിൾ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എച്ച് ഓഫ് ടോ 1 എച്ച് ഓഫ് ടോ 2 ആർ എക്സ് ഓഫ് ടോ 0 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ 2πf ടോ 0 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ 2πf ടോ 1 ഇൻറ്റു ഇ റേസ് ടു ജെ 2πf ടോ 2 ഡി ടോ 1 ഡി ടോ 2 ഡി ടോ. ദെൻ ഇതിനെ നമ്മൾ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാനായിട്ട് പോവുകയാണ്. സിമിലർ ടേംസിനെ കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതും. ദെൻ വി ക്യാൻ റൈറ്റ് എസ് വൈ ഓഫ് എഫ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എച്ച് ഓഫ് ടോ 1 ഇ റേസ് ടു മൈനസ് ജെ 2πf ടോ 1 ഡി ടോ 1 ഇൻറ്റു ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എച്ച് ഓഫ് ടോ 2 ഇ റേസ് ടു ജെ 2πf ടോ 2 ഡി ടോ 2 ഇൻറ്റു ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ആർ എക്സ് ഓഫ് ടോ 0 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ 2πf ടോ 0 ഡി ടോ. ഓക്കെ, ഈ ഫസ്റ്റ് ഇന്റഗ്രൽ ടേമിൽ നമ്മൾ ടോ 1 ടേംസ് കമ്പൈൻ ചെയ്തു. ഈ സെക്കൻഡ് ഇന്റഗ്രൽ ടേമിൽ നമ്മൾ ടോ 2 ടേംസ് കമ്പൈൻ ചെയ്തു. ഈ തേർഡ് ഇന്റഗ്രൽ ടേമിൽ നമ്മൾ ടോ 0 ടേംസ് കമ്പൈൻ ചെയ്തു. ദെൻ ഈ തേർഡ് ടേം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ ഇവിടെ ടോ 0ന്റെ ടേംസ് മാത്രമേ ഉള്ളൂ. സോ നമ്മൾ ഈ ഡി ടോ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ ഡി ടോ 0 പ്ലസ് ഡി ടോ 1 മൈനസ് ഡി ടോ 2 വരും. പക്ഷേ ഇവിടെ നമുക്ക് ടോ 0 ടേംസ് മാത്രമേ ഉള്ളൂ. സോ നമുക്ക് ആ ടോ 1 ആൻഡ് ടോ 2 കേസുകൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഡി ടോനെ നമുക്ക് ഡി ടോ 0 ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ദെൻ ഈ ഫസ്റ്റ് ഇന്റഗ്രൽ ടേം ഒന്ന് നോക്കിയേ. ദിസ് ഈസ് ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എച്ച് ഓഫ് ടോ 1 ഇ റേസ് ടു മൈനസ് ജെ 2πf ടോ 1 ഡി ടോ 1. ഇതെന്താണ്? ദിസ് ഈസ് ദി ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എച്ച് ഓഫ് ടോ 1. സോ ദിസ് വൺ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എച്ച് ഓഫ് എഫ്. ദെൻ ഈ സെക്കൻഡ് ടേം ഒന്ന് നോക്കിയേ. This is integral minus infinity to plus infinity h of tau 2 into e raised to j 2πf tau 2 d tau 2. ഇവിടെ എക്സ്പോണൻഷ്യൽ ടേം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ മൈനസ് അല്ല പ്ലസ് ആണ് വന്നിരിക്കുന്നത്. സോ ദിസ് വൺ ഈസ് എച്ച് കോൺജുഗേറ്റ് ഓഫ് എഫ്. ദെൻ ഈ തേർഡ് ഇന്റഗ്രൽ ഒന്ന് നോക്കിയേ. ഇറ്റ് ഈസ് ദി ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ദി ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ. നമ്മുടെ ഇൻപുട്ട് റാൻഡം പ്രോസസ്സ് എക്സ് ഓഫ് ടിയുടെ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷന്റെ ഫൊറിയർ ട്രാൻസ്ഫോം ആണ്. സോ ദിസ് റെപ്രസെന്റ്സ് ദി പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി ഓഫ് ദി ഇൻപുട്ട് റാൻഡം പ്രോസസ് എക്സ് ഓഫ് ടി. ഓക്കെ, അല്ലെങ്കിൽ ഇതെന്ന് പറയുന്നത് എസ് എക്സ് ഓഫ് എഫ് ആണ്. ഓക്കെ, സോ ഈ ഫസ്റ്റ് ഇന്റഗ്രൽ ടേം എന്ന് പറയുന്നത് എച്ച് ഓഫ് എഫ് ആണ്. ഈ സെക്കൻഡ് ഇന്റഗ്രൽ ടേം എന്ന് പറയുന്നത് എച്ച് കോൺജുഗേറ്റ് ഓഫ് എഫ് ആണ്. ഈ തേർഡ് ഇന്റഗ്രൽ ടേം എന്ന് പറയുന്നത് എസ് എക്സ് ഓഫ് എഫ് ആണ്. സോ നമുക്ക് ഈ ഇക്വേഷനെ എസ് വൈ ഓഫ് എഫ് ഈസ് ഈക്വൽ ടു എച്ച് ഓഫ് എഫ് ഇൻറ്റു എച്ച് കോൺജുഗേറ്റ് ഓഫ് എഫ് ഇൻറ്റു എസ് എക്സ് ഓഫ് എഫ് ആയിട്ട് മാറ്റി എഴുതാം. ദെൻ വി നോ എച്ച് ഓഫ് എഫ് ഇൻറ്റു എച്ച് കോൺജുഗേറ്റ് ഓഫ് എഫ് ഈസ് ഈക്വൽ ടു മോഡ് എച്ച് ഓഫ് എഫ് സ്ക്വയർ. ഓക്കെ, സോ എസ് വൈ ഓഫ് എഫ് ഈസ് ഈക്വൽ ടു മോഡ് എച്ച് ഓഫ് എഫ് സ്ക്വയർ ഇൻറ്റു എസ് എക്സ് ഓഫ് എഫ്. ഓക്കെ, സോ ദിസ് ഈസ് ദി റിലേഷൻ ബിറ്റ്വീൻ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റീസ് ഓഫ് ഔട്ട്പുട്ട് റാൻഡം പ്രോസസ് ആൻഡ് ഇൻപുട്ട് റാൻഡം പ്രോസസ്. ദിസ് ഇക്വേഷൻ 38 states that the power spectral density of the output process y of t equals the power spectral density of the input process x of t
multiplied by the squared magnitude response of the filter. Then next നമുക്ക് cross spectral densities consider ചെയ്യാം. The cross spectral densities provide a measure of the frequency interrelationship between two random processes. നമ്മൾ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി കൺസിഡർ ചെയ്യുമ്പോൾ അത് ഒരു സിംഗിൾ റാൻഡം പ്രോസസ്സിന്റെ കേസാണ് വരുന്നത്. അതേസമയം നമ്മൾ ക്രോസ് സ്പെക്ട്രൽ ഡെൻസിറ്റി കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ രണ്ട് റാൻഡം പ്രോസസ്സിന്റെ റിലേഷൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇതിന്റെ ഇക്വേഷൻസ് നമുക്ക് എങ്ങനെ എഴുതാം എന്നുള്ളത് നെക്സ്റ്റ് നമുക്ക് നോക്കാം. ലെറ്റ് എക്സ് ഓഫ് ടി ആൻഡ് വൈ ഓഫ് ടി ബി ടു ജോയിന്റ്ലി സ്റ്റേഷനറി പ്രോസസ് with their cross correlation functions denoted by Rxy of tau and Ryx of tau. Then the cross spectral densities Sxy of f and Syx of f of this pair of random process can be defined as the Fourier transform of their respective cross correlation functions. ഓക്കെ, നമ്മൾ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി കൺസിഡർ ചെയ്തപ്പോൾ അവിടെ പറഞ്ഞിരുന്നു പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് അതിന്റെ കറസ്പോണ്ടിങ് ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷന്റെ ഫോറിയർ ട്രാൻസ്ഫോം ആണ്. സോ നമ്മൾ ക്രോസ് സ്പെക്ട്രൽ ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് അതിന്റെ കറസ്പോണ്ടിങ് ക്രോസ് കോറിലേഷൻ ഫംഗ്ഷന്റെ ഫോറിയർ ട്രാൻസ്ഫോം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഓക്കെ, സോ എസ് എക്സ് വൈ ഓഫ് എഫ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ആർ എക്സ് വൈ ഓഫ് ടോ ഇൻറ്റു e raised to minus j 2 pi f tau d tau, and Syx of f is equal to integral minus infinity to plus infinity Ryx of tau into e raised to minus j 2 pi f tau d tau. Okay, Sxy of f കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് Rxy of tau യുടെ ഫോറിയർ ട്രാൻസ്ഫോം എടുക്കുക. Syx of f കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് Ryx of tau യുടെ ഫോറിയർ ട്രാൻസ്ഫോം എടുക്കുക. Then the cross correlation functions and cross spectral densities form Fourier transform pairs. Hence, using the formula for inverse Fourier transformation, we can calculate the cross correlation functions. Okay, Rxy of tau എന്ന് പറയുന്നത് Sxy of f ന്റെ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം ആയിരിക്കും. അതേപോലെ തന്നെ Ryx of tau എന്ന് പറയുന്നത് Syx of f ന്റെ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം ആയിരിക്കും. ഓക്കെ, സോ Rxy of tau is equal to integral minus infinity to plus infinity Sxy of f into e raised to j 2 pi f tau df, and Ryx of tau is equal to integral minus infinity to plus infinity Syx of f into e raised to j 2 pi f tau df. Then the cross spectral densities Sxy of f and Syx of f are not necessarily real functions of the frequency f. Then next നമുക്ക് ഈ Sxy of f ഉം Syx of f ഉം തമ്മിൽ എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നോക്കാം. For that, substitute the relationship Rxy of tau equal to Ryx of minus tau into our equation 39. നമ്മുടെ ഇക്വേഷൻ 39 എന്ന് പറയുന്നത് Sxy of f ന്റെ ഇക്വേഷൻ ആണ്. Sxy of f is equal to integral minus infinity to plus infinity Rxy of tau into e raised to minus j 2 pi f tau d tau. Then ഇതിൽ Rxy of tauന് Ryx of minus tau സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ റിലേഷൻ നമ്മൾ ഇതിനു മുമ്പത്തെ ക്ലാസ്സിൽ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, സോ നമ്മുടെ ഇക്വേഷൻ 39ലെ Rxy of tauന് Ryx of minus tau സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ we will get Sxy of f is equal to integral minus infinity to plus infinity Ryx of minus tau into e raised to minus j 2 pi f tau d tau. Then ഇതിനെ ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണ്. This one is equal to integral minus infinity to plus infinity Ryx of minus tau into e raised to j 2 pi f into minus tau d tau. Then നമ്മൾ ഈ ഒരു ഇക്വേഷനും Syx of f ന്റെ ഇക്വേഷനും തമ്മിൽ കമ്പയർ ചെയ്യുക. നമ്മുടെ Syx of f ന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി Ryx of tau e raised to minus j 2 pi f tau d tau ആണ്. ദെൻ ഈ രണ്ട് ഇക്വേഷൻസുകളെ തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കാണാം ദിസ് വൺ ഈസ് ദി കോംപ്ലക്സ് കോൺജുഗേറ്റ് ഓഫ് ദിസ് വൺ. സോ ദിസ് വൺ ഈസ് ഈക്വൽ ടു Syx കോൺജുഗേറ്റ് ഓഫ് f. ഓക്കെ, സോ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി Ryx of minus tau into e raised to j 2 pi f minus tau d tau is equal to Syx conjugate of f. Okay, so Sxy of f is equal to Syx conjugate of f, and that is equal to Syx of minus f.